ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന് നാം വിശേഷിപ്പിക്കുന്ന ബാംഗ്ലൂരുവിൽ നിന്ന് വിചിത്രവും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായ ഒട്ടേറെ കാഴ്ചകൾ ദിവസേന പുറത്തു വരാറുണ്ട്. ട്രാഫിക് ബ്ലോക്കിലെ മടുപ്പിക്കുന്ന കാത്തിരിപ്പും IT നഗരത്തിലെ വേഗതയുമെല്ലാം നമുക്ക് സുപരിചിതമാണ്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കനത്ത ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത് അർദ്ധരാത്രിയിലെ ഒരു ദൃശ്യമാണ്. സമയം രാത്രി 12 മണി പിന്നിട്ടിരിക്കുന്നു. നഗരം പകുതിയും ഉറക്കത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ആ കാഴ്ച. തിരക്കേറിയ റോഡിനരികിൽ തന്റെ ബൈക്ക് ഒതുക്കി നിർത്തി ലാപ്ടോപ്പിൽ അതീവ ഗൗരവത്തോടെ ജോലി ചെയ്യുന്ന ഒരു യുവാവ്. ചുറ്റുമുള്ള ബഹളങ്ങളോ രാത്രിയുടെ തണുപ്പോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ഈ ദൃശ്യം ഇപ്പോൾ ഇന്റർനെറ്റിൽ കാട്ടുതീ പോലെ പടരുകയാണ്. രാത്രി 12 മണിക്ക് ബൈക്കിൽ ഇരുന്ന് പ്രണയിക്കുകയല്ല, ലാപ്ടോപ്പിൽ ഫൈനാൻസ് കാര്യങ്ങൾ നോക്കുകയാണെന്ന തലക്കൊട്ടോടെയാണ് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കപ്പെട്ടത്. വീഡിയോ പകർത്തുന്നയാൾ യുവാവിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു ചെറിയ ചിരിയിൽ മറുപടി ഒതുക്കി അദ്ദേഹം വീണ്ടും സ്ക്രീനിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. ആ ചിരിയിൽ ഒരുപക്ഷെ തളർച്ചയുണ്ടാകാം, അല്ലെങ്കിൽ തീർത്തു തീരാത്ത ഡെഡ്ലൈനുകളുടെ സമ്മർദ്ദം ഉണ്ടാക്കാം. ഈ ദൃശ്യം വെറും ഒരു കൗതുകമല്ല, ഇത് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തിന്റെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയുടെ നേർചിത്രമാണ്. സമയപരിധികളും ജോലി ഭാരവും ഒരു മനുഷ്യനെ എത്രത്തോളം ശ്വാസം മുട്ടിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. വീടിന്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്ന് ചെയ്യേണ്ട ജോലി വഴിയിരമ്പിൽ ഇരുന്ന് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ആധുനിക അടിമത്തത്തിന്റെ മറ്റൊരു രൂപമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ 2 തരം അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. ഒരു വിഭാഗം ആ യുവാവിന്റെ അർപ്പണ ബോധത്തെ പുകഴ്ത്തുമ്പോൾ ഭൂരിഭാഗം പേരും കോർപ്പറേറ്റ് കമ്പനികളുടെ ചൂഷണത്തിനെതിരെയാണ് വിരൽ ചൂണ്ടുന്നത്. സഹോദര, ദയവായി ഇനി വീട്ടിൽ പോയി ഉറങ്ങൂ, ഒരു ജോലിയും നിങ്ങളുടെ ആരോഗ്യത്തെക്കാൾ വലുതല്ല എന്ന വൈകാരികമായ കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ നിറയുകയാണ്. ഇതാണോ നാം കണ്ട വികസിത ഇന്ത്യ എന്ന് ചോദിക്കുന്നവരും കുറവല്ല. ഇന്ത്യയിൽ വർക്ക് ലൈഫ് ബാലൻസ് എത്രത്തോളം ദയനീയമാണെന്ന് ആഗോള തലത്തിലുള്ള പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബംഗളൂരുവിൽ ഇത്തരം സംഭവങ്ങൾ ആദ്യമായല്ല ഉണ്ടാവുന്നത്. മുൻപ് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയ റാപ്പിഡോ ബൈക്കിന് പിന്നിലിരുന്ന് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന യുവതിയുടെ ദൃശ്യങ്ങൾ നാം കണ്ടതാണ്. അമിതമായ ജോലിഭാരവും 24 മണിക്കൂറും ലഭ്യമായിരിക്കണമെന്ന കമ്പനികളുടെ നിർബന്ധവും IT ജീവനക്കാരുടെ മാനസിക ആരോഗ്യത്തെ തകർക്കുകയാണ്. നാം ആഘോഷിക്കുന്ന പല സ്റ്റാർട്ടപ്പുകളുടെയും കോർപ്പറേറ്റ് വിജയങ്ങളുടെയും പിന്നിൽ ഇത്തരം അർദ്ധരാത്രിയിലെ പോരാട്ടങ്ങളുണ്ട്. പക്ഷെ അതിന് നൽകുന്ന വില എന്താണ്? കുടുംബത്തോടൊപ്പം ചിലവഴിക്കേണ്ട സമയം, പ്രിയപ്പെട്ടവരോടുള്ള സംസാരം, സമാധാനപരമായ ഉറക്കം, ഇവയെല്ലാം ബലികൊടുത്താണോ നാം സാമ്പത്തിക വളർച്ച നേടേണ്ടത്? കമ്പനികൾ ലാഭം കൊയ്യുമ്പോൾ ജീവനക്കാർ വരും യന്ത്രങ്ങളായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ പ്രകടമാകുന്നത്. രാത്രിയുടെ നിശബ്ദതയിൽ ലാപ്ടോപ്പിന്റെ നീല വെളിച്ചത്തിൽ മാത്രം ലോകം കാണുന്ന ഈ യുവാവ് ഒരു പ്രതിനിധിയാണ്. വിശ്രമമില്ലാത്ത, പകൽ വെളിച്ചം പോലും ആസ്വദിക്കാൻ കഴിയാത്ത ഒരു വലിയ തൊഴിൽ സമൂഹത്തിന്റെ പ്രതിനിധി. ഈ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജോലിക്കപ്പുറം ഒരു ജീവിതമുണ്ടെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും. കോർപ്പറേറ്റ് നയങ്ങളിൽ മാറ്റം വരുത്താൻ അധികൃതർ തയ്യാറാകുമോ, അതോ ഇത്തരം കാഴ്ചകൾ നഗരജീവിതത്തിന്റെ ഭാഗമായി നാം അംഗീകരിക്കേണ്ടി വരുമോ? കണ്ടു തന്നെ അറിയാം.